ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ വീഡിയോ എല്ലാം ഇടണിൽ കുറവാണല്ലേ. അപ്പോൾ നമ്മളൊരു റൂം തപ്പി നടന്നിട്ടൊരു ഉള്ള വീഡിയോ ആണ്. ഷീജക്കാണ്. ഷീജ നാട്ടിൽ നിന്ന് വന്ന് പിന്നെ വെള്ളിയാഴ്ച വന്നു. അപ്പോൾ റൂം ഒഴിവാക്കി എൻ്റെ റൂമിൽ നിന്നിട്ടാണ് അവൾ പോയിട്ടുള്ളത്. അപ്പോൾ റൂം നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4:30 മണിയായിന്. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ, നല്ല ചൂടാണ്. അപ്പോൾ ഞാനും ഷീജിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് വന്നൊരു ചേച്ചിയും ഉണ്ട്. ആ ചേച്ചിയും കൂടി ഇങ്ങനെ റൂം നോക്കണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റൂം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ചെറിയ വാടകയുള്ള റൂമാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ റൂം ഇഷ്ടം മാതിരി ഉണ്ട്. എല്ലായിടത്തും റൂമുണ്ട്. ഒരുപാട് പൈസ ഉള്ള റൂം 2000, 2500, 1500 അതല്ല. നമ്മൾ ചെറിയ റൂം എടുത്തിട്ട് 1-2 ആളെ നിർത്തി പിന്നെ ബെഡ് പേസിന് വെച്ചിട്ട് നിർത്തുന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ രാത്രിയായി ഞങ്ങൾക്ക് റൂം തപ്പിയെടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൂം നോക്കാൻ പോകുമ്പോൾ ഇങ്ങനെ റൂം ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും റൂം റെൻ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ ഞങ്ങൾ നമ്പർ എടുത്ത് വിളിച്ചെല്ലാം നോക്കിയിട്ടോ. അപ്പോൾ എല്ലാം 2500 അങ്ങനെ റൂമാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ റൂം വേണ്ടല്ലോ. റൂം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഓക്ക് എൻ്റെ അടുത്ത് തന്നെ കിട്ടണമെന്ന് ഇതാണ്. ഓക്ക് പോയി വരാനും എല്ലാം. അങ്ങനെ കുറേ വിളിച്ചു നോക്കി. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചോടത്തെല്ലാം വിളിച്ചു നോക്കി. അതെല്ലാം വലിയ റൂമാണ്. പിന്നെ വലിയ റൂമാണ് കേട്ടോ. 2-3 റൂം പോയി നോക്കി. അങ്ങനെ പിന്നെ ലാസ്റ്റ് റൂം കിട്ടി കേട്ടോ. അന്ന് തന്നെ കിട്ടി. പിറ്റേന്ന് ഓള് പോയി. അപ്പം നമ്മൾ റൂം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ആളെ തുറന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നല്ല ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഇതിൽ തൂണുമ്പോൾ എഴുതി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാകിസ്ഥാനിയായിരുന്നു. അവൻ്റെ അടുത്ത് റൂമുണ്ട്, വലിയ റൂമാണ്. അപ്പോൾ പിന്നെ ഞങ്ങളത് ഒഴിവാക്കി. പിന്നെ അവൾ ആദ്യം നിന്ന് വില്ലക്കാരനെ വിളിച്ചു. അവിടെ റൂമുണ്ട്. അവിടെ വലിയ വാടക ആയതുകൊണ്ട് അവൾ ഒഴിവാക്കിയതാണ്. ഈ റൂം നപ്പി നടക്കൽ വല്ലാത്തൊരു പണിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അൽമമുറ ഫാമിലി പാർക്കിൽ വന്നു. ടാക്സിക്കാരനെ വിളിച്ചു കേട്ടോ. പഴയ റൂം മറ്റോള് ആദ്യം നിന്ന വില്ലക്കാരനെ വിളിച്ചിട്ട് ആ റൂം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും അഡ്ജസ്റ്റായിട്ട് കാർഡ് എന്നെല്ലാം പറഞ്ഞു. പിന്നെ ചേച്ചിയും ഉണ്ടല്ലോ. പിന്നെ വേറൊരു പെണ്ണിനെ നിർത്തിയാൽ ഓക്കെയാണ്. വാടക നമ്മൾ വിചാരിക്കുന്ന വാടകയേ ഉണ്ടാവുള്ളൂ. 3 ആൾ വേണം. അങ്ങനെ പിന്നെ ഓടി നോക്കിയില്ല. അത്രയും ചൂടാണ്. ഇത് നമ്മളെ ഫാമിലി പാർക്കാണ് കേട്ടോ. മമ്മൂറുള്ള കുഞ്ഞുങ്ങളെല്ലാം നല്ല കളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടുന്ന് പൈപ്പിൽ നിന്ന് വെള്ളമെല്ലാം കുടിച്ചു. ഇവിടെ വന്നിരുന്നു. പിന്നെ റൂമിൽ വന്ന് റൂം ഇട്ടി അവിടെ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ റൂമിൽ വന്നു. ഞങ്ങൾ രാവിലെ എണീറ്റു. നാസ്തെല്ലാം കഴിച്ച്. പിന്നെ ഞാനും ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ പറഞ്ഞാൽ ആദ്യം പോയിട്ട് നമുക്ക് കടയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം എടുക്കാമെന്ന്. എല്ലാ സാധനം കൊണ്ടുപോകാനായിട്ടാണ്. ഇതാണ് ആ ചേച്ചി. നാട്ടിൽ നിന്ന് ഖത്തറിൽ പുതിയതായിട്ട് വിസക്ക് വന്നതാണ് കേട്ടോ. ഫുൾ ടൈം പണിക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ടൈം പണി, പാർട്ട് ടൈം അല്ല. ഒരു വീട്ടിൽ ഫുള്ളായിട്ട് നിൽക്കാനുള്ളതാണ്. ചേച്ചി കുവൈറ്റിലും സൗദിയിലെല്ലാം ഉണ്ടായ ചേച്ചിയാണ്. ഇപ്പോൾ ഖത്തറിൽ വന്നതാണ് കേട്ടോ. ഷീജ നല്ല ലിപ്സ്റ്റിക് ഇടല. അപ്പോൾ ഞങ്ങളെല്ലാവരും പാരീസ് പോയി പിന്നെ ഇതെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ ഫർദ ഇടുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഫർദ ഇട്ടാൽ നമ്മൾ കരിഞ്ഞു പോയി. ബ്ലാക്ക് അല്ല, അത്രയും ചൂടാണ്. അപ്പോൾ ഞാൻ എന്താക്കി ഒരു ഉടുപ്പ് എടുത്തിട്ട് കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ റൂം എല്ലാം കാലിയായി നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ചേച്ചി പാവാണ്, നല്ല ചേച്ചിയാണ്.
പാവം പിടിച്ച ചേച്ചിയാണ്, ഒരുപാട് കടങ്ങളെല്ലാമായിട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ ടാക്സിക്കാരൻ വന്നു, ഞങ്ങൾ ദാദാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫർ ഉള്ളിടത്ത് പോയിക്കോന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ. ഓക്കും അത്യാവശ്യം സാധനം വേണം, എനിക്കും അത്യാവശ്യം സാധനം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫർ ഉണ്ടെങ്കിൽ അപ്പോൾ ഓഫർ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ, അത് വ്യാഴാഴ്ച ഓഫർ ഇട്ടുള്ളൂ. ഇതാ സാധനങ്ങൾ വാങ്ങി ഞാനും ചേച്ചി ഇതാ സാധനത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു നടുവിൽ. അപ്പോൾ കുറച്ച് സാധനം വാങ്ങി. ഞാൻ പച്ചക്കറി ഒന്നും വാങ്ങിയിട്ടില്ല, അതെല്ലാം വാങ്ങാനാണ്. അപ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം എനിക്കും സാധനം ഉള്ളത്, പേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അത് വാങ്ങി കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ എന്തോ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ശ്രീജൻ്റെ റൂം കേട്ടോ. ശ്രീജൻ്റെ റൂം കണ്ടോളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ബിരിയാണിയും പായസവും ഉണ്ടാക്കി കേട്ടോ. ബിരിയാണി ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി. അപ്പോൾ ബിരിയാണിയിലേക്ക് ഇതാ നമ്മളെ ഉള്ളി പൊരിക്കുന്ന ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിശേഷം. അപ്പോൾ ഇതാണ് ഓള് റൂം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അന്ന് ഓള് ബിരിയാണി എല്ലാം വെക്കാമെന്ന് പറഞ്ഞു. ബിരിയാണി വെച്ച് ഇതാണ് റൂം. ഒരു റൂമും ഒരു ചെറിയ കിച്ചനും നമ്മളോടത്തെ പോലെ തന്നെ ഒരു ബാത്റൂമും കേട്ടോ. അപ്പോൾ ബിരിയാണി ദമ്മിട്ട് അവൾ സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടോ. അപ്പോൾ റൂമൊന്നും കുഴപ്പമില്ല. ഇവരുടെ റൂമെന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാം ഈ വില്ലക്കാരുടെ റൂം എപ്പോഴും നല്ല വൃത്തി ഉണ്ടാവും, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും, ഒന്നും നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ദമ്മ് പൊട്ടിക്കുന്നു.